പ്രിയമുള്ളവരെ, ഞാൻ ഇന്നുള്ളത് 27ാം വയസ്സിൽ ഒരു സ്വന്തം ബ്രാൻഡ് നെയിമിൽ ഒരു കമ്പനി തുടങ്ങിയ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതം സഹിച്ചാണ് അല്ലമീൻ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. സ്കൂൾ പഠനങ്ങൾക്ക് ശേഷം ഒരുപാട് ജോലികൾ ചെയ്തു, പഞ്ചായത്ത് വർക്കുകൾ കോണ്ടാക്ട് എടുത്തു ചെയ്തു. അതിലൊന്നും വിജയം കണ്ടെത്താൻ അല്ലമീന് കഴിഞ്ഞില്ല. ആ ഒരു സന്ദർഭത്തിലാണ് സുഹൃത്ത് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഐഡിയയും അല്ലമീന്റെ ധൈര്യവും വെച്ച് അല്ലമീൻ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. ഇന്ന് ആ കമ്പനിയിൽ 15 പേർ ജോലിയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്ലമീൻ ഈ ഒരു നിലയിൽ എത്തിയതും ഈ കമ്പനി തുടങ്ങാനുള്ള കാരണവും എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് അല്ലമീനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, എന്തൊക്കെ നല്ല പ്രേക്ഷകർക്ക് അതെ, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മളെ പഞ്ചായത്തുകാർക്കൊക്കെ ശരിക്കും അല്ലമീൻ ചെയ്യുന്ന ബിസിനസ് എന്താ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാല് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈ വാട്ടർ പ്രൂഫിന്റെ കെമിക്കലിന്റെ ആണ്. അപ്പൊ അതിനെ കുറിച്ച് അറിയാനും അല്ലമീൻ ഇതിലേക്ക് എത്രയും കാലമായിട്ട് വന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാനും ഒരുപാട് കഷ്ടപ്പാടുന്നാണ് അല്ലമീൻ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പൊ അല്ലമീൻ ഇപ്പൊ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2020 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ അറിയാത്തതിലെ കാരണം വെച്ചാൽ നമ്മളൊരു B2B ബിസിനസ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് നമ്മൾ പോവാത്തത് കൊണ്ടാണ് അധികം ആളുകൾക്ക് അറിയാത്തത്. പലരും എൻ്റെ അടുത്ത് ഇതുപോലെ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഓഫീസ്, എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇത് വീടിന്റെ വാട്ടർ പ്രൂഫിന്റെ പ്രൊഡക്റ്റ് ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കോൺഗ്രീറ്റ് അങ്ങനെ ചോദിച്ചു വരാറുണ്ട്. ഈ മിസ്റ്റർ റോക്ക് എന്ന് പറയുന്ന പേര് അല്ലമീൻ തന്നെ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ഒരു പേരാണ്. പക്ഷെ ആ പേരിനൊരു കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യമുണ്ട്. അത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേരാണോ അതോ ഈ കമ്പനിക്കായിട്ടിട്ട ഒരു പേരാണോ? എന്താ സംഗതി? നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ എന്തൊക്കെയാ വരുന്നത്? ശരിക്കും നമ്മുടെ കമ്പനിയുടെ പേരാണ് മിസ്റ്റർ റോക്ക് എന്ന് പറയുന്നത്, ഉറപ്പിന്റെ പര്യായം. പ്രൊഡക്റ്റുകൾ നമുക്കൊരു 7ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഓരോ ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ എല്ലാം വേറെ വേറെ പേരിലാണ്. റോമനൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകളാണ്. നമുക്കുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇന്റർലോക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് കെമിക്കലാണ്. കെമിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, റെഡിമിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇന്റർലോക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും ആ ബാഗിനകത്ത് വന്നിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇന്റർലോക്കിന്റെ ആ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ബാഗ് ഓപ്പൺ ചെയ്ത് പാൻ മിക്സർ ഉണ്ട്, അത് മിക്സ് ചെയ്യുന്ന മെഷീൻ. ആ മെഷീനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ജസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള മണലും 6 ml നമ്മൾ കല്ല് മെറ്റലുണ്ടല്ലോ ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് മിക്സ് ആയി. സാധാരണ അവർ ചെയ്യുന്നത് ഇതിനകത്ത് സിമെന്റ്, വൈറ്റ് സിമെന്റ്, ഓക്സൈഡ്, അതുപോലെ കെമിക്കല്, ഇങ്ങനെയുള്ള എല്ലാ വാട്ടർ പ്രൂഫ് ഇതൊക്കെ ഇങ്ങനെ ഓരോ അതെ ഓരോ സപ്ലൈസിന്റെ കയ്യിൽ വാങ്ങിയിട്ട് അതിനൊരു ഇത് ശരിക്ക് ഇന്ത്യയില് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേറെ കമ്പനി ഇറക്കണില്ലല്ലോ. ഇല്ല, ഇന്ത്യയില് ഫുള്ളായിട്ട് നമ്മൾ തന്നെയാണ്. ഈ റെഡിമിക്സ് എന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മളാണ്. മിസ്റ്റർ റോക്കാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തില് വേറെ എവിടെയെങ്കിലും ഒക്കെ ബ്രാൻഡ് അതോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? നമുക്ക് ബിസിനസ് ഉണ്ട്, ഓൾ ഓവർ കേരളത്തിൽ മൊത്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്തത് എവിടെയെങ്കിലും സ്റ്റേജ് തുടങ്ങാനുള്ള ഇതുണ്ട്? ഇനി ഞാൻ എന്റെ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ മൊത്തം ചെയ്യണം എന്നാണ് പ്ലാനിങ്. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ മൊത്തമായിട്ട് ബിസിനസ് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 വർഷം കൊണ്ട് അല്ലമീൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ? അപ്പോ അല്ലമീന്റെ ആ ഒരു പ്രയത്നം വിജയം തന്നെയാണ്. അപ്പൊ നമ്മളെ ഈ ഒരു നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു ബിസിനസ് ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതെ, ബിസിനസ്സിനകത്ത് നമ്മൾ എന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ശരി, വളരെ കുറഞ്ഞ ചെറിയ എക്സ്പീരിയൻസേ ഉള്ളൂ. ആ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അതിലൊരു പാഷൻ, ആ ബിസിനസ്സിനോടുള്ള ആത്മാർത്ഥത, അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് വിജയിക്കും. കാരണം നമുക്ക് ഒരുപാട് സ്ട്രഗിങ് പീരീഡ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന ചെയറിന് മുൻപ് നേരത്തെ ഓഫീസൊക്കെ സാധാരണ ഒരു ചെയറിലായിരുന്നു. അപ്പൊ നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോയി. നമ്മൾ ഓരോരോ ലെവലിൽ മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. അപ്പം സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മൾ അത് ആ ഒരു ഇത് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യേണ്ടത്.
അതുപോലെ നമ്മൾ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ താനേ വളരും. എത്ര നമുക്ക് കോമ്പറ്റീഷനും ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കും. കാരണം അവർക്ക് വേണ്ടത് പ്രൊഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല ക്ഷമ വേണം ബിസിനസ്സിനകത്ത്. പിന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്ത് ബിസിനസ് ചെയ്താൽ തന്നെ നമ്മൾ കഴിച്ചിലാവും. കഷ്ടപ്പെട്ടാൽ വിജയം. തീർച്ചയായിട്ടും അല്ലേ? അപ്പോ അല്ലമീന് ശരിക്കും എത്ര വയസ്സായി? എനിക്കിപ്പോ 32 വയസ്സായി. 32 വയസ്സായി. അപ്പോ അല്ലമീന്റെ ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും പരിഗണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അല്ലമേ ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചതിൽ സന്തോഷം. നമുക്ക് കാണാം. ഓക്കെ.